എൽ.ഡി.എഫിന്റെ ഭരണ നേട്ടങ്ങളെയും ശക്തമായ വിമത നീക്കങ്ങളെയും നേരിട്ടാണ് കൊച്ചി കോർപ്പറേഷനിൽ യു.ഡി.എഫ് ഭരണം പിടിച്ചത്. എൽ.ഡി.എഫിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ കുതിപ്പാണ് കൊച്ചിയിൽ യു.ഡി.എഫ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ തട്ടകത്തിൽ നേടിയ മിന്നും വിജയം ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃമികവിന് കൂടി തെളിവായി. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല എൽ.ഡി.എഫ് കേന്ദ്രങ്ങളിലും വിജയിച്ചാണ് കൊച്ചി കോർപ്പറേഷനിൽ യു.ഡി.എഫ് മിന്നുന്ന വിജയം നേടിയത്. 76 അംഗ കോർപ്പറേഷനിൽ 46 സീറ്റുകളാണ് യു.ഡി.എഫ് നേടിയത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ അധികം നേടിയത് 15 സീറ്റ്. മേയർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മിനിമോൾ അടക്കമുള്ളവരെല്ലാം ശക്തരായ വിമതരെ നേരിട്ടാണ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സംസ്ഥാനത്ത് ദൃശ്യമായ യു.ഡി.എഫ് തരംഗം കൊച്ചി കോർപ്പറേഷനിലും ആഞ്ഞടിച്ചു. ഹിജാബ് വിവാദമുണ്ടായ പശ്ചിമ കൊച്ചിയിലും യു.ഡി.എഫ് മേൽക്കൈ നിലനിർത്തി. ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ വലിയ തോതിൽ ഇറങ്ങിക്കളിച്ച പശ്ചിമ കൊച്ചിയിൽ അതൊന്നും ഏശിയതേയില്ല. ഇത്ര ഭരണവിരുദ്ധത, ജനങ്ങൾ ഇത്രയേറെ വെറുത്ത ഒരു സർക്കാരിനെ ഒരു കാലഘട്ടത്തിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. PR വർക്കുകൾ കൊണ്ട് സർക്കാരിന്റെ കോടികൾ ചെലവ് ചെയ്ത് പലരെയും വിലക്കെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്ന് സർക്കാർ അവർ മനസ്സിലാക്കിക്കോ. മേയർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് അനൌദ്യോഗികമായി കടന്നുകഴിഞ്ഞു. അഡ്വക്കേറ്റ് മിനിമോൾ, ഷൈനി മാത്യു, ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.